അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഭരണം മാറി. ഇന്ന് ഒഫീഷ്യലി UDF അധികാരത്തിലേറി. മന്ത്രിമാരെയെല്ലാം തിരഞ്ഞെടുത്തു, പ്രധാന വകുപ്പിലെ മന്ത്രിമാരെയെല്ലാം തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ VD സതീശനാണ് നമ്മുടെ മുഖ്യമന്ത്രി. പ്രധാനമായിട്ട് ഒത്തിരി കാര്യങ്ങളിൽ കേരളത്തിൽ മാറ്റം വരേണ്ടതായിട്ടുണ്ട്, ഒരുപാട് മേഖലകളിൽ. പക്ഷേ ആ കാര്യങ്ങളെല്ലാം തിരഞ്ഞുപിടിച്ച് അതിൽ വേണ്ട മാറ്റങ്ങളെല്ലാം കൊണ്ടുവരും, പുതിയ സർക്കാർ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കാം. അതിൽ ഇപ്പോൾ അവർ വച്ച വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളായിരുന്നു സ്ത്രീകൾക്ക് KSRTCയിൽ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാമെന്നുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി VD സതീശൻ പറയുകയുണ്ടായി, ജൂൺ 15 കൂടി സ്ത്രീകൾക്ക് KSRTCയിൽ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. അതിൻ്റെ പ്രധാന കാര്യങ്ങളെല്ലാം ഇനി വരും നാളുകളിൽ അത് ഇൻഫോം ചെയ്യുമെന്നാണ് പറയുന്നത്, അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് എങ്ങനെ ഇനി KSRTCയുടെ നിലവിലുണ്ടായിരുന്ന നഷ്ടം, അല്ലെങ്കിൽ ഇങ്ങനെ സ്ത്രീകൾക്ക്, അതായത് ഏകദേശം ഒരു 40-50% അല്ലെങ്കിൽ 60% സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ KSRTCയിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം അതെങ്ങനെ നികത്തും? കാര്യം പ്രോപ്പറായിട്ട് KSRTCയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളം കിട്ടുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇടയ്ക്ക് പരിഹരിച്ച് സോൾവ് ആയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവരുന്നതോടുകൂടി ഇനി KSRTCക്ക് എന്ത് നഷ്ടമാണ് വരാൻ പോകുന്നതെന്ന് കണ്ടറിയണം. അല്ലെങ്കിൽ എങ്ങനെ KSRTCയെ ലാഭത്തിലേക്ക് കൊണ്ടുപോകും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. പിന്നെ വയോധികർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് തീർച്ചയായിട്ടും നല്ലൊരു ഐഡിയ ആണ്. കാര്യം ഒരുപാട് രാജ്യങ്ങളിൽ വയസ്സായ ആൾക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. കാര്യം ഒരു പ്രായമായി കഴിഞ്ഞാൽ അവരുടെ ചികിത്സയും അതുപോലെ തന്നെ മറ്റ് ചിലവും എല്ലാം സർക്കാരാണ് ഏറ്റെടുക്കുന്നത്. വാഗ്ദാനമായിട്ടുള്ള ഈ പറയുന്ന പോലെ ആശാ വർക്കേഴ്സിൻ്റെ ശമ്പളം കൂട്ടുമെന്ന് പറഞ്ഞു. അത് ഏകദേശം 3000 രൂപയോളം കൂട്ടുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ അംഗൻവാടിയിലെ വർക്കേഴ്സ്, ഹെൽപ്പേഴ്സ്, പ്രൈമറി സ്കൂളിലെ ഹെൽപ്പേഴ്സ്, അതുപോലെ തന്നെ പാചകം ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്കെല്ലാം ഏകദേശം 1000 രൂപയോളം കൂട്ടും എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഒരുപാട് പ്രധാന കാരണം കേരളത്തിൽ പരിഹരിക്കാനുണ്ട്. അത് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യം തൊഴിലിടങ്ങളിലെ തൊഴിൽ നിയമങ്ങൾ അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ പരാജയപ്പെട്ട് കേരളത്തിലിരിക്കുന്നത് വിലക്കയറ്റം, പെട്രോൾ ഡീസലിൻ്റെയൊക്കെ വില കൂടിയത്, ആഹാര സാധനങ്ങളുടെ വില കൂടിയത്, തൊഴിലില്ലായ്മ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കാനുണ്ട്.